ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ മാസ്റ്റർ ക്രിയേഷൻ. ഇന്ന് അറിയാണ്ട് സംഭവിച്ചൊരു ഇൻവെൻഷനാണ്. ഇത് ഒരു ബൾബാണ്, കറണ്ട് പോയാൽ കത്തുന്ന ബൾബ്. കറണ്ട് പോയാൽ കത്തുന്ന ബൾബ്, അപ്പോൾ ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്ന ബൾബാണിത്. ഇത് എൻ്റെ ബോഡിയിൽ വെക്കുമ്പോൾ മാത്രം കത്തുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീഡിയോ ഏത് സയൻറ്റിസ്റ്റ് ചങ്ങായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചായതുകൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ കത്തുന്നു. ഞാൻ എൻ്റെ ബോഡിയിൽ തന്നെയാണ് വെക്കുന്നത്. എൻ്റെ ബോഡിയിൽ തന്നെയാണ് വെക്കുന്നത്. എൻ്റെ കഴുത്തമ്മിൽ വെക്കുമ്പോഴും എൻ്റെ നെറ്റിയിൽ വെക്കുമ്പോൾ എൻ്റെ എന്തോ മെൻ്റലി ഇഷ്യൂ ആണോ അതോ ബോഡി ഇഷ്യൂ ആണോ അതോ എൻ്റെ ബോഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. കണ്ണുമ്മിൽ വെക്കുമ്പോൾ എന്താ ലെജൻഡ് ഐ പുട്ടിങ് ഓൺ മൈ ഐസ്. ഇവിടെ വെക്കുമ്പോഴും ബോഡിയിൽ പിന്നെ കയ്യിൽ വെക്കുമ്പോഴും ഇത് മറ്റേ നിങ്ങൾ ആമസോണിലെല്ലാം കിട്ടുന്ന മാജിക് ബൾബ് അല്ല, സത്യം അല്ല. അപ്പൊ എൻ്റെ കൈമിൽ വെക്കുമ്പോഴും അപ്പൊ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് വർക്കാവുന്നുണ്ട്. എൻ്റെ മുടി വിളിച്ച് വർക്കാവും ഇല്ല, എൻ്റെ നെറ്റീമിൽ വെച്ചാലും വർക്കാവും. അപ്പൊ കറണ്ട് പോയ സമയത്ത് ഞാൻ വല്ല സർവീസ് ആയിട്ട് തുടങ്ങുമ്പോൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് നിർത്താൻ മതിയോ അതോ എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അതോ ഈ ബൾബിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. ഈ ബൾബിന്റെ ഇവിടുന്ന് ചെറുതായിട്ട് കത്തുന്നുണ്ട്, അതെന്തോ വോൾട്ടേജ് ഇഷ്യൂ. അപ്പൊ ഇത് കറണ്ട് ഉണ്ട്, ഇല്ലത് ചാർജ് ചെയ്ത ബൾബാണ്. പക്ഷെ ഇനി മറ്റേ പ്ലഗ് വേണം. പ്ലഗ് ഉണ്ടായാലേ ഇത് വർക്കാവും. നാളെ ഇലോൺ മസ്ക് 1000 വിളി വിളിക്കുമെന്ന്. സോ ഗൈസ്, ഐ ആം ദി മാസ്റ്റർ മൈൻഡ്. Wait. ഓക്കെ, ഒരു ഇരുട്ടുള്ളൊരു മുറി പോയിട്ട് ഇത് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു കണ്ടോ. അപ്പോ ഡാഡി, എന്താണ് താങ്കളുടെ റിയാക്ഷൻ? ഇത് ഡാഡീന്റെ മെത്തേഡ് വർക്കാവില്ല. I don't know why. അപ്പൊ ഗൈസ്, ഈ സ്പെഷ്യാലിറ്റി ഉള്ള ആള് ഇയാളെ നിങ്ങൾ എത്രയും ട്രൈ ചെയ്ത് ഫേമസ് ആക്കുക. ഇലോൺ മസ്കിന്റെ അടുത്ത് വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇതിങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കമൻസിൽ. ഇതിന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഓക്കെ, ബൈ ഗൈസ്, സീ യു ലേറ്റർ.